സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അവഹേളിക്കുവാനായിട്ട് ചില ആളുകൾ മുന്നിലേക്ക് ഇറങ്ങി തിരിച്ച് നിൽക്കുന്നതും അവരുടെ ഈ പലതവണയുള്ള പലതന്തയ്ക്ക് പിറന്ന പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരുമാതിരി മൂഞ്ചിയ പ്രസ്താവനകൾ, ഒരു പ്രസക്തിയും ഒരു വാല്യൂവും ഇല്ലാത്ത കുറച്ച് ഊള ന്യായങ്ങളുമായിട്ട് വന്നുകൊണ്ട് ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനകൾ നടത്തുന്ന കുറച്ചധികം ആളുകൾ RSSലുള്ള വർഗീയവാദികളുടെ തലവന്മാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. വേടന്റെ പിന്നിൽ ഈ ലങ്കൻ വംശജയായിട്ടുള്ള അല്ലെങ്കിൽ ലങ്കൻ പുലികൾ പണ്ടൊരു പ്രധാനമന്ത്രിയുടെ ചോര കുടിച്ച ആളുകളുടെ അല്ലെങ്കിൽ ജിഹാദി LTT വർഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു നേതാവായിട്ട് വേടനെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് മധു എന്ന് പറയുന്ന NR മധു എന്ന് പറയുന്ന ഒരു കിളവൻ. അപ്പോൾ ഇവൻ്റെയൊക്കെ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ വേടൻ ഇപ്പോൾ പാടുന്ന പാട്ടുകളോ അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും അല്ല ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടെത്തുന്നത് വേറെ തലത്തിലുള്ള കാര്യങ്ങളാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിനെ ശ്രീലങ്കൻ വംശജനാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് വരുത്തി തീർക്കുകയാണ്. അതായത് ഈ വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണല്ലോ. അപ്പോൾ വേടൻ്റെ പാട്ടുകൾക്കെല്ലാം ഒരു ശ്രീലങ്കൻ ടച്ച് ഉണ്ടെന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുക. ഏത് പാട്ടാണ് പറയുന്നതെന്ന് അറിയില്ല, പക്ഷേ ഏത് പാട്ടിനെ പറ്റി പറഞ്ഞാലും ഈ ലങ്കൻ പുലികളുടെ ദാഹമടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി നിലകൊള്ളുന്നതെന്നും വേടൻ്റെ ഈ പിന്നിൽ വലിയ ശക്തികളുണ്ട്, LTT വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വേടൻ നിലകൊള്ളുന്നതെന്നൊക്കെയാണ് ഈ മധു എന്ന് പറയുന്നവരും അതേപോലെ ശശികലയും ഈ വിഷം തുപ്പുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ സാമാന്യ ബോധമുള്ളവരായതുകൊണ്ട് അവർ പറയും അത് അങ്ങനെയല്ല, അത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് അവരൊക്കെ പറയും. പക്ഷേ എന്നാലും ഈ പറയുന്ന വിഷം തുപ്പുന്നവന്മാർ അപ്പോൾ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവന്മാരാണ്. അവർ ഈ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറയ്ക്കാനുള്ളത് കുറച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വേറെ സൈഡിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി അടിച്ചു കയറി വരികയും ചെയ്യും. ആ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നും വേടനൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും വേടൻ്റെ ആശയങ്ങളും ആദർശങ്ങളും രാഷ്ട്രീയവും എന്താണെന്നുള്ളതും ഒരു ബിഹൈൻഡ് വുഡ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ മുൻപ് ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് വന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിൽ വേടൻ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നതെന്നും വേടൻ വർഷങ്ങളായിട്ട് വേടൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വാശി, ആ ഒരു വാശി തന്നെയാണ് വേടൻ്റെ ഓരോ കവിതകളിലും എടുത്ത് നിൽക്കുന്നതെന്നുമാണ് വേടൻ പറയുന്നത്. അതിനുവേണ്ടിയാണ് കവിത ഉപയോഗിക്കുന്നതെന്ന് വേടൻ പറയുന്നുണ്ട്. പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ വേടൻ പറയുന്നത് ഇതാണ്, അതായത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ എനിക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവില്ല, പക്ഷേ അതൊരു പാട്ടിൽ കൂടി ചെയ്യാനൊരു കഴിവെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനെ ഒരു കല എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാനത് എല്ലാവരുടെ ഇടയിലേക്ക് പറയുകയാണ്. ഇനി നാളെ ഈ ഒരു ഗതി എനിക്ക് വന്ന ഗതി അല്ലെ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് വന്നൊരു ഗതി നാളെ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഈ തന്തയില്ലായ്മ ഈ നാട്ടിൽ നിന്ന് നമ്മൾ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരാൾ ഇറങ്ങി തിരിച്ച ഒരു പരിപാടിയാണ് ഈ പറയുന്ന വേടൻ്റെ കവിതകളെന്ന് പറയുന്നത്. ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ കനൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് വേടൻ്റെ ഓരോ കവിതകളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാവുന്ന ബുദ്ധിയുള്ള ആളുകൾ അതിനെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. ബുദ്ധിയില്ലാത്ത കിഴങ്ങന്മാരായിട്ടുള്ള മധുവിനെ പോലുള്ളവരും ശശികലയെ പോലുള്ളവരും ഈ മിനി കൃഷ്ണകുമാറിനെ പോലുള്ളവരും ഒക്കെ അതിനെ വിമർശിക്കാനും അതിനെ വേറൊരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. അത് മനസ്സിലാക്കാനുള്ളവർ അത് മനസ്സിലാക്കുക ചെയ്യുന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ വേടൻ എന്താണ് അതിനെപ്പറ്റി അന്ന് പറഞ്ഞതെന്നുള്ളത്, ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് വേടൻ. അല്ലെങ്കിൽ നിലപാടിൽ ഉറച്ച നിലപാടിൽ അങ്ങനെ തന്നെ നിൽക്കാൻ കഴിവുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുള്ളൊരു വ്യക്തി, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അവർക്ക് PR വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയല്ല വേടൻ. അപ്പോൾ അങ്ങനെയുള്ള വേടൻ്റെ ആ ഒരു നിലപാട് എന്താണെന്നുള്ളത്, വേടൻ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേടൻ ചൂസ് ചെയ്തൊരു പേരല്ല, വേടൻ വളരെ ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നൊരു കുറ്റം പേര് പോലെയുള്ളൊരു സാധനമായിരുന്നു. പിന്നെ എന്നെ അങ്ങനെയാണ് അറിയപ്പെടുക. വേടൻ എൻ്റെ പേര് ആർക്കും അറിയില്ല. അങ്ങനെ പതുക്കെ സ്റ്റേജ് നെയിമാക്കി എടുത്തു. പിന്നെ വേറൊരു പൊളിറ്റിക്സ് അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഭൂമിയിലുള്ള സർവ്വജീവിജാലങ്ങളും വേട്ടയാടിയും വേട്ടയാടപ്പെട്ടുമൊക്കെ ജീവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടി വരുന്ന കാരണം വേടൻ വേട്ടയാടിയിട്ടുണ്ടോ എന്തിനെങ്കിലൊക്കെ? ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചോളന്നാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ വേട്ടയാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എൻ്റെ പറഞ്ഞു വേടൻ എന്ന് പറയുമ്പോൾ വേട്ടയാടപ്പെടുന്നവരുടെ വേട്ട ചെയ്യുന്നവരുടെ ഒരു സിംബോളൈസേഷൻ ആണ് പറഞ്ഞു. അപ്പോൾ സോങ്സിലും അതേ ഇന്റൻസിറ്റി ഉണ്ടോ? ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന 2 പാട്ടുകളും പൊളിറ്റിക്സ് പറയുന്ന 2 പാട്ടുകളാണ്. അപ്പോൾ അത് പൊളിറ്റിക്സ് എന്താണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും അതേപോലുള്ള ജനങ്ങൾ വേട്ടയാടപ്പെടരുത്. എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടൊക്കെ മാറ്റി വെച്ച് ജീവിക്കണം എന്നുള്ള അതാണ് നമ്മൾ പറഞ്ഞ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. പക്ഷേ ആൾക്കാരിങ്ങനെ ഒരുപാട് ആൾക്കാർ ആ ഒരു ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ. നമ്മളിങ്ങനെ ഓക്കെ ഒരുപാട് കാലത്ത് ഒരു ദേഷ്യമാണോ, ആ ഒരു ദേഷ്യം മാത്രമേ കാണുന്നുള്ളൂ ആൾക്കാർ. അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞ് ഉദ്ദേശിക്കാൻ വെക്കുന്ന കാര്യം നാളെ തൊട്ട് ഇതൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം. കേരളത്തിലൊരു 90% ആൾക്കാർക്കും വിഷ്വലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള നിറത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്കിൻ ഉണ്ടായിരിക്കുക, കറുത്ത ഡ്രസ്സ് ഇടുക, കറുത്തവൻ ചുവന്ന ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള കാര്യമാണ്. വളരെ പോപ്പുലറായിട്ട് ഓടി നടക്കുന്ന ജാതിവെറിയും എന്താണ് പറയുക വംശീയാധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസൊക്കെ ഹിറ്റാവുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കറുത്തവനായി ജീവിക്കുന്നതിൻ്റെ അവഗണനകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ടാവും.
100% സത്യമാണ്. പിന്നെ ജാതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എല്ലാ തെരുവിലും ജാതിയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉമ്മർത്ത് ജാതിയുണ്ട്. നമ്മുടെ എല്ലാവരും ഉള്ളിൽ ജാതിയുണ്ട്. അത് കേരളത്തിൽ പ്രത്യേകിച്ച് ജാതിയൊന്നും ഇല്ല എന്നൊക്കെ ആൾക്കാർ വലിയ കുട്ടി ഘോഷിച്ച് പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അങ്ങനെയാണ് നമ്മൾ 100% സാക്ഷരതയുള്ള ജാതിരഹിതമായ ഇടം എന്നൊക്കെയാണ് പുറത്തറിയപ്പെടുന്നത്. ജാതി കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേരളത്തിൽ. ജാതീയമായ അധിക്ഷേപങ്ങളെ ഒരു ദളിത് ഇവിടെയുള്ള ദളിതാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവനെ ഒരിക്കലും ലൈഫിൽ ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സ്ഥലത്ത് അവനെ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മീൻസ് എൻ്റെ ഒരു നാട്ടുമ്പുറമാണ്, ഗ്രാമപ്രദേശങ്ങളാണ്, അമ്പലങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന പൊതുജനങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഐഡിയ ഒക്കെ അത്രയാണ്. അതില്ലേ ആ വേടൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു ചെറിയ ചിരിയുടെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അയാൾ അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അയാൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു വിഷമകരമായ അവസ്ഥ ഓർത്തിട്ടാണ്. അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് എത്ര ശ്രമിച്ചാലും ഒരിക്കലും ആരുടെയും ഉള്ളിൽ നിന്ന് പോകാത്ത, എത്ര കഴുകിയാലും പോകാത്തൊരു സാധനമാണ് ജാതി വെറി എന്ന് പറയുന്നത്. ജാതി വർണ്ണം വിവേചനം എന്നൊക്കെ പറയുന്നത് ആരുടെയും മനസ്സിൽ നിന്ന് പോകുന്നൊരു സാധനമല്ല. അത് എത്ര കാശുണ്ടാക്കിയാലും എത്ര കാശില്ലെങ്കിലും അത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഈ ആൾ എന്നെക്കാളും താഴ്ന്ന ജാതിക്കാരനാണല്ലോ, അപ്പോൾ അവനെ ഞാൻ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ ഒരു ചിന്താഗതിയുള്ളൊരു നാട്ടിൽ അതിനെ മാറ്റണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അവനെ ജിഹാദിയാക്കുക, അവനെ ഈ പറയുന്ന അവൻ പിറവിയെടുത്ത ഉദരം അത് ശ്രീലങ്കൻ വംശജയുടെ ആണെന്ന് പറയുക, അവനെ ഒരു വല്ലാത്ത രീതിയിലേക്കൊക്കെ അവഹേളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി നമ്മളിവിടെ കാണുന്നതാണ്. ഒരു വ്യക്തിയെ അവഹേളിച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ അവനെ മെൻ്റലി അല്ലെങ്കിൽ അവനെ മറ്റുള്ള ഏതൊരു രീതിയിലും ഹരാസ് ചെയ്താലും ഇവിടെ ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ജാമ്യമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഈ മധുവിനെ പോലുള്ളവന്മാരെ നമ്മൾ കണ്ടതാണ്. കേസ് കൊടുത്തിട്ടും ഒരു പുല്ലും അവൻ ഏൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു രൂപവും അല്ലെങ്കിൽ അവൻ്റെ ഒരു പെരുമാറ്റം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനിയും അവൻ ഇത് ആവർത്തിക്കുമെന്നുള്ളത് അവൻ്റെ ഓരോ വാക്കുകളിലും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ തന്തയില്ലായ്മയ്ക്ക് ഒരു അറുതിയില്ല എന്നുള്ളതാണ് സത്യം. എൻ.ആർ. മധു വീണ്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇന്നത്തെ ആധുനിക തലമുറയിൽ ജാതി, മതം, വർണ്ണം, വിവേചനം എന്നൊന്നും ഇല്ല എന്നാണ്. അതില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് ഇന്നത്തെ ആധുനിക തലമുറയിലില്ല. പക്ഷേ പഴയ തലമുറയിലുള്ള ഈ മധുവിനെ പോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലുള്ളത് അത് അവരുടെ മക്കളിലേക്കും കുത്തിവെക്കാനായിട്ട് ശ്രമിക്കും. ഈ ജാതിയിൽ ഉയർന്ന ആളുകൾ പറയും അവനുമായിട്ട് അധികം സഹകരണം വേണ്ട, അവൻ പൊലയനാണ്, അല്ലെങ്കിൽ കുറവനാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ ജാതിയിൽ താഴ്ന്നവനാണ് എന്നുള്ളൊരു കാര്യം അതെല്ലായിടത്തും നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് വേടൻ നിലകൊള്ളുന്നത്. അങ്ങനെ നിലകൊള്ളുന്നൊരു വ്യക്തിയെ ഈ പറയുന്ന പല രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്തയില്ലായ്മ പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ജാതി, മതം, വർണ്ണം, വിവേചനം എന്നൊക്കെ പറയുന്ന സാധനമേ കൊറോണ അല്ലെങ്കിൽ ക്യാൻസറിനേക്കാളിലൊക്കെ അപകടകാരികളായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിലെല്ലാം ഒരു വൈറസാണ് അല്ലേ? ആ വൈറസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വരുന്ന അത്രയും ഭാഗം അത് തിന്ന് നശിപ്പിക്കും എന്ന് പറയുന്ന പോലെ ജാതി, മതം, വർണ്ണം, വിവേചനമൊക്കെ ഇതും ഒരു തരം വൈറസ് തന്നെയാണ്, ഒരു ഭ്രാന്ത് തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വ്യാപിക്കും. അത് വ്യാപിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർ ഇരുന്നിരുന്ന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക, മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ ഒരു ഭൂമിയിൽ അവർ ജീവിക്കാൻ അനുവാദമില്ലാത്തവരാക്കി കാട്ടിക്കൂട്ടുക, അല്ലെങ്കിൽ വരച്ച് കാണിക്കുക. ഇങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ ക്യാൻസർ വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് കീമോ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളത് കരിച്ചു കളയും, ആ സെല്ല് കരിച്ചു കളയും എന്ന് പറയുന്ന പോലെ തന്നെ ഈ നാട്ടിൽ ഇന്നും ജാതിയും മതവും വർണ്ണം വിവേചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നായിൻ്റെ മക്കളെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടല്ലേ, കണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരെ അങ്ങ് അകറ്റിക്കളയുക, ഒഴിവാക്കി കളയുക. ഒരു കാരണവശാലും ഇവന്മാരെ ജാതിയും മതവും ഇത് കോപ്പൊന്നും പറയാൻ സമ്മതിക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം വൈറസ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് സ്പ്രെഡ് ആവും, അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്കും വരും, യുവതലമുറയുടെ ഉള്ളിലേക്ക് ഇവർ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ വേടൻ ഈ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ പേടിയുള്ളവന്മാരാണ്, അല്ലെങ്കിൽ വേടൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് യുവതലമുറയിൽപ്പെട്ട ആളുകൾ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ. അങ്ങനെ വന്നാൽ ഇന്നലകളിൽ ചെയ്ത കൊള്ളരുതായ്മകൾ എല്ലാവരും അറിയുമല്ലോ എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് ഇവരുടെ ഈ ഒരു സ്വഭാവം നമ്മളെല്ലാവരും കാണുന്നത്. ഈ ഒരു സ്വഭാവം കാണാനുള്ള പ്രധാന കാരണം ഞാൻ ഈ ആദ്യം പറഞ്ഞല്ലോ, ഒരു പേടി. ആ പേടി ഇനി ഇവർക്കൊരു വോട്ടിനെ ബാധിക്കുമോ, യുവതലമുറ ഞങ്ങൾക്കൊപ്പം നിൽക്കത്തില്ലേ, ഞങ്ങളുടെ വോട്ടിനെ ബാധിക്കുമോ എന്നുള്ളതിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വേടനൊപ്പം നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ BJP വന്നിരിക്കുന്നത്. എന്തായാലും വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വീണ്ടും ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ വന്നിട്ട് വലിയൊരു സ്റ്റാർ ആയ ഒരാളല്ല, അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ വന്ന ഒരാളല്ല. അയാൾ മുൻപേ പിറവിയെടുത്തത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അയാൾക്കൊപ്പം നിൽക്കേണ്ട നമ്മൾ അയാൾക്കെതിരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ കേരളത്തിൽ 99% ആളുകളും വേടനൊപ്പം തന്നെയാണെന്നുള്ളത് നമുക്കറിയാം.
എന്നാൽ അതിൽ 1% മാത്രം അവശേഷിക്കുന്ന കീടാണു വേടനെതിരെ നിൽക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, 99% വേടനൊപ്പം തന്നെയാണ്. എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ. ഒരു വ്യക്തി ഇതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ആ വ്യക്തിയെ ഒരു അവഹേളിച്ചുകൊണ്ട് ആ വ്യക്തി രാജ്യദ്രോഹിയാണെന്ന് പറയുന്നു. നമ്മുടെ അംബേദ്കറും മഹാത്മാഗാന്ധിയും ഒക്കെ ഇതിനു വേണ്ടി നിലകൊണ്ടപ്പോൾ അവരെ അങ്ങ് വാനോളം പുകഴ്ത്തുകയും അതിനൊപ്പം വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെപ്പറ്റി വേടൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ജാതി മത വർണ്ണ വിവേചനമൊക്കെ നിലനിൽക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ഒരു വേടനും ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയല്ലേ. അംബേദ്കറിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയല്ലേ വേടൻ്റെ പേര്. അപ്പം അങ്ങനെ ഒരു പേര് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ്റെ ആ ഒരു ലെവലിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് BJPയും RSSും ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഉന്നതകുല ജാതനായിരുന്നെങ്കിൽ ഇവർ അങ്ങ് പ്രൊമോട്ട് ചെയ്തേനെ, സപ്പോർട്ട് ചെയ്തങ്ങ് അവരെ അങ്ങ് നെറുകയിലെത്തിച്ചേനെ. അവൻ പറയുന്നതെല്ലാം ശരിയാണ്. ഇത് കറുത്തവനായിപ്പോയി, ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനായിപ്പോയി. അതാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം.